യേശുവേ നിൻ പാദം കുമ്പിടുന്നേ. യേശുവേ നിൻ പാദം കുമ്പിടുന്നേ. നിസ്തൂല സ്നേഹത്താലേ ക്രിസ്തുവേ എന്നെയും നീ. നിസ്തൂല സ്നേഹത്താലേ ക്രിസ്തുവേ എന്നെയും നീ. നിന്മകനാക്കുവാൻ തിന്മകൾ നീക്കുവാൻ വിൺമഹിമ വെടിഞ്ഞോ. ഹല്ലേലൂയ ആമേൻ. ഹല്ലേലൂയ. യേശുവേ നിൻ പാദം കുമ്പിടുന്നു. യേശുവേ നിൻ പാദം കുമ്പിടുന്നേ. യേശുവേ നിൻ പാദം കുമ്പിടുന്നു. സ്നേഹത്തിനാഴി തന്നിൽ മുങ്ങി ഞാനിന്നു മഞ്ഞിൽ. സ്നേഹത്തിനാഴി തന്നിൽ മുങ്ങി ഞാനിന്നു മഞ്ഞിൽ. ആമായം മാറിയും ആനന്ദമേറിയും കാണുന്നു വിധിയെന്നേ. ഹല്ലേലൂയ ആമേൻ. ഹല്ലേലൂയ. യേശുവേ നിൻ പാദം കുമ്പിടുന്നേ. യേശുവേ നിൻ പാദം കുമ്പിടുന്നേ. യേശുവേ നിൻ പാദം കുമ്പിടുന്നേ. പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. യേശുവേ ദൈവമേ നന്ദിയോടെ സ്തോത്രം സ്തോത്രം സ്തോത്രം. കാരണമാണ് ദൈവമേ കർത്താവേ കഴിഞ്ഞ സമയത്തിനായിട്ട് നന്ദിയോടെ സ്തുതിക്കുന്നു. കർത്താവേ ഇന്ന് പകലും ദൈവത്തിന്റെ വചനത്തിൽ നിന്ന് കർത്താവേ നമുക്ക് ഗ്രഹിക്കുവാൻ കർത്താവേ ദൈവമായിട്ട് ദൈവത്തെ അറിഞ്ഞവരായിട്ട് തീരുമാനം സഹായിക്കുന്ന കേൾക്കുന്ന അനേകർക്ക് എല്ലാവരും പ്രാർത്ഥിക്കുന്നത് നാമത്തിൽ. ആമേൻ. കർത്താവിന്റെ പരിശുദ്ധ നാമത്തിന് മഹത്വം ഉണ്ടാകുമാറാകട്ടെ. നമ്മൾ കഴിഞ്ഞ 2 ആഴ്ച നമ്മൾ ചിന്തിക്കാനുണ്ടായ കാരണം വിഷയം എന്ന് പറയുന്നത് സഹോദര സ്നേഹം എന്നുള്ള വിഷയമാണ് നമ്മൾ ചിന്തിക്കാനിടയായി തീർന്നത്. ലോകത്തിലെ ഏറ്റവും വലിയ ബന്ധം അമ്മയും കുഞ്ഞുമായിട്ടുള്ള ബന്ധം, ഭാര്യയും ഭർത്താവുമായിട്ടുള്ള ബന്ധം, ഒരു രക്തത്തിൽ നിന്ന് ജനിച്ച സഹോദരങ്ങൾ തമ്മിലുള്ള ബന്ധം, ദൈവസഭയിലായിരിക്കുന്ന സഹോദരങ്ങൾ തമ്മിലുള്ള ബന്ധം. ഇതിൽ ഏറ്റവും വലിയ ബന്ധം ഏതാ? ഏറ്റവും വലിയ ബന്ധം പറ. ഏറ്റവും വലിയ ബന്ധമാണ് സഹോദര സ്നേഹം. ഏത് സഹോദരങ്ങൾ? ഹനേലിന്റെ സഹോദരിയാണ് ലിദിയ. ഹനേലിന്റെ സഹോദരനാണ് പോൾ. ഇത് ഏത് ബന്ധമാണ് ഏറ്റവും വലുത്? സഹോദരൻ. അതെന്തുകൊണ്ടാണ്? സഭയുമായിട്ടുള്ള ബന്ധത്തിലുള്ള ബന്ധമാണ് ഏറ്റവും വലുത്. അത് എന്തുകൊണ്ട് എന്നുള്ളത് നമ്മൾ ചിന്തിക്കുക. നമ്മൾ മനുഷ്യനും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കും. ഒന്നാമത് നമ്മൾ ചിന്തിക്കാൻ ഇടയായി തീർന്നത് ദൈവവും മനുഷ്യനുമായിട്ടുള്ള ബന്ധത്തിൽ ഏറ്റവും വലിയ ബന്ധം ഏതാ? എന്താ അത് തമ്മിലുള്ള ബന്ധത്തിന്റെ ഏതാ? ഈ ഒരു കാര്യം പറയാം. നേരിലുള്ളവർക്ക് തമ്മിൽ എന്തുണ്ട്? ഇവിടെ പറ. പ്രീതിയുണ്ട്. അതാണ് ഏറ്റവും വലിയ ബന്ധം. നേരിലുള്ളവൻ ആരാ? ആദ്യം നേരിലുള്ളവൻ 107 സങ്കീർത്തനം. അവൻ നേരിലുള്ളവൻ, യഹോവ നേരിലുള്ളവൻ. അതായത് യേശുവാണ് നേരിലുള്ളത്. ഏറ്റവും ആദ്യമേ തന്നെ ദൈവമാണ് നേരിലുള്ളത്. ദൈവം തന്റെ സ്വരൂപത്തിൽ സാധിച്ചതാണ് മനുഷ്യരെ എത്തിച്ചത്. അപ്പൊ മനുഷ്യനും ആരാ? നേരിലുള്ളവനാ. അപ്പൊ അവര് തമ്മിലുള്ള ബന്ധം എന്നാ? ദൈവവും ആദാമും തമ്മിലുള്ള ബന്ധം. ആദാം ദൈവത്തിന്റെ മകനാണ്. ദൈവത്തിന്റെ മകൻ. അതിനും വലിയൊരു ബന്ധം ഉണ്ടാകുന്നത് എന്താ? നേരിലുള്ളവരാ. അവർ രണ്ടുപേരും ആരാ? നേരിലുള്ളവരാ. അപ്പൊ അവര് തമ്മിൽ ഒരു ബന്ധമുണ്ട്. ബന്ധമുണ്ട്? പ്രീതി എന്ന് പറയുന്ന ഒരു ബന്ധമുണ്ട്. ഇതാണ് എല്ലാ ബന്ധത്തെക്കാളും വലിയ ബന്ധം.
അപ്പോ ഈ ബന്ധം ആണ് സഹോദരങ്ങൾ തമ്മിലുള്ളത്, ദൈവസഭയിലുള്ള സഹോദരങ്ങൾ തമ്മിലുള്ളത്. ഒരമ്മ പ്രസവിച്ചതും ഒരപ്പൻ ജനിച്ചതും ലോകത്തിലുള്ള സഹോദര ബന്ധങ്ങൾ അനവധി ബന്ധങ്ങളാണ്. അതിനേക്കാളെല്ലാം ഉപരിയാണ് ദൈവസഭയിൽ കടന്നു വന്നിട്ടുള്ള ബന്ധം. കാരണം എന്താണ്? അവർ നേരുള്ളവരായിട്ടാണ്. ദൈവം നേരുള്ളവരാണ്, യേശുക്രിസ്തു നേരുള്ളവരാണ്. ദൈവസഭയിലുള്ളവർ ആരായിരിക്കണം? നേരുള്ളവരായിരിക്കണം. അപ്പൊ ആ ബന്ധം എന്ന് പറയുന്നത് ഏറ്റവും വലിയ ബന്ധമായിരിക്കും. ഈ വലിയ ബന്ധമുണ്ടെങ്കിൽ ഉള്ള പ്രത്യേകത എന്താ? നേരുള്ളവരാണെങ്കിൽ ദൈവമായിട്ട് ഒരു ബന്ധമുണ്ടാവും. നേരുണ്ടെങ്കിൽ, ദൈവമായിട്ട് ബന്ധമുണ്ടെങ്കിൽ 3 കാര്യങ്ങൾ, ദൈവത്തിന്റെ 3 അനുഗ്രഹങ്ങൾ അവരോടൊപ്പം ഉണ്ടാവും. ഏതൊക്കെയാണെന്നറിയാം? പറയാം. നേരുള്ളവരാണെങ്കിൽ ദൈവമായിട്ട് നേരുണ്ടാവും, അല്ലേ? അങ്ങനെ ഉണ്ടെങ്കിൽ, നേരുണ്ടെങ്കിൽ തമ്മിലുള്ള ദൈവമായിട്ട് പ്രീതി ഉണ്ടാവും. ഈ പ്രീതി ഉണ്ടെങ്കിൽ അവർക്ക് കിട്ടുന്ന 3 കാര്യങ്ങൾ. ഒന്ന് അവന്റെ മുഖപ്രകാശം, രണ്ടാമത്തത് അവന്റെ ഭുജം, മൂന്നാമത്തത് അവന്റെ ബലങ്കരം. 46 സങ്കീർത്തനം. എന്താണ്? പണ്ട് കാലത്ത് ഇസ്രായേൽ ജനം ഈ ജാതികളെ നശിപ്പിച്ച് കളഞ്ഞതിന് ശേഷം അവർ ദേശത്തെ കൈവശമാക്കിയതും ദുഷ്ടന്മാരെ ജയിച്ചതും ശത്രുവിനെ ജയിച്ചതും എല്ലാം ഈ ഒറ്റ ആയുധങ്ങൾ കൊണ്ടാണ്. ഏതായുധം കൊണ്ട്? പറ. 3 കാര്യങ്ങൾ: മുഖപ്രകാശം, ഭുജം, ബലങ്കരം. ഈ 3 കാര്യങ്ങളാണ് ദൈവം. ഇവരെ ജയിക്കാൻ ആർക്കും സാധിക്കില്ല. ഇങ്ങനെ ഒരാളെ ജയിക്കാൻ ആർക്കും സാധിക്കില്ല. ഇങ്ങനെ ജയിച്ചതിന്റെ കാരണം എന്താ? ദൈവമായിട്ട് അവർക്ക് എന്തുള്ള പ്രീതിയുണ്ട്. ദൈവമായിട്ട് പ്രീതി ഉണ്ടാകാൻ കാരണം എന്താ? അവർ രണ്ടുപേരും നേരുള്ളവരാണ്. ദൈവം നേരുള്ളവരാണ്. ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചതും ആരായിട്ടാണ്? വേണം പറ. ദൈവം മനുഷ്യനെ നേരുള്ളവരായി സൃഷ്ടിച്ചു. അവൻ എന്ത് ചെയ്തിരിക്കുന്നു? അനേക സൂത്രങ്ങൾ അന്വേഷിച്ചു വരുന്നു. ഇത്രയും വചനങ്ങൾ നമ്മൾ ആദ്യമേ എഴുതണം. ഏറ്റവും ആദ്യമേ തന്നെ ദൈവം നേരുള്ളവരെന്ന് നമ്മൾ പഠിക്കണം. അതിനേതാ? 94 സങ്കീർത്തനം, 94 സങ്കീർത്തനം, 92 സങ്കീർത്തനം, ക്ഷമിക്കണം, 92 15. ആരാണ് നേരിടുന്നവൻ? അപ്പോ ഏറ്റവും ആദ്യം നേരിടുന്നവൻ ആരാ? ദൈവം. ഇനി സഭാപ്രസംഗി 7:29. സഭാപ്രസംഗി 7:29. ഏറ്റവും അവസാനത്തെ വാക്യം. ദൈവം മനുഷ്യൻ എന്നുള്ള ശ്രദ്ധിച്ചോ? നേരിടുന്നതായിട്ട് ശ്രദ്ധിച്ചു. ആദ്യം നമ്മൾ വായിച്ചോ അതിനകത്താ ദൈവം നേരിടണം. അപ്പൊ മനുഷ്യൻ എങ്ങനെ ശ്രദ്ധിച്ചോ? നേരിടുന്നതായിട്ട് ശ്രദ്ധിച്ചു. ഇനി നേരിടുന്നവർ തമ്മിൽ എന്തുണ്ട്? പ്രീതിയുണ്ടോ? അതിനകത്താ കഴിഞ്ഞ ആഴ്ച പറഞ്ഞാണ്. ഞാൻ നോക്കാം, അറിയാൻ പാടില്ല. നേരിലുള്ളവർക്ക് തമ്മിൽ പ്രീതിയുണ്ടെന്ന് അതിനേതാ? സദൃശവാക്യങ്ങൾ. സദൃശവാക്യങ്ങൾ അത് ഞാൻ എടുത്ത്. നേരിലുള്ളവർക്ക് തമ്മിൽ പ്രീതിയുണ്ട്. ഇനി സങ്കീർത്തനം 46 അധ്യായം 2-3 വാക്യം. നിന്റെ കൈ കൊണ്ട് നീ നട്ടു, തങ്ങളുടെ വാളുകൊണ്ടല്ല അവർ ദേശത്തെ കൈവശമാക്കിയത്. സ്വന്തം ഭുജം കൊണ്ട് തന്നെ നിന്റെ വലകൈ, നിന്റെ ഭുജം, നിന്റെ പ്രകാശം ഉണ്ട് അത്രേ. നിനക്ക് അവരോട് എന്തുണ്ടായിരുന്നു? പ്രീതി ഉണ്ടായിരുന്നു. കാരണം വെച്ച് കഴിഞ്ഞാൽ പണ്ടുണ്ടായിരുന്ന അബ്രഹാം, ഇസ്ഹാക്കിനും യാക്കോബിനോടും ദൈവത്തിന് എന്തുണ്ടായിരുന്നു? പ്രീതി ഉണ്ടായിരുന്നു. കാരണം എന്താ? അവന് നേരുണ്ടായിരുന്നു. ദൈവം നേരുണ്ടായിരുന്നു. അവർ തമ്മിൽ എന്തുണ്ടായിരുന്നു? പ്രീതി ഉണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് ഈ 3 കാര്യങ്ങൾ അവരുടെ കൂടെ ഉണ്ടായിരുന്നു.
നോക്കാതെ പറ ഏതൊക്കെയാണ്. മുഖപ്രകാശം, ഭുജം, വലകൻ. അപ്പൊ കനാൻ ദേശം അവകാശമാക്കിയില്ലേ? കനാൻ ദേശം ഇസ്രായേൽ ജനത്തിന് അവകാശമാക്കി കൊടുത്തപ്പോ ഏതൊക്കെ എന്തോ ഈ 3 ആയുധങ്ങൾ ദൈവം കൊടുത്തു. അത് ഏതൊക്കെ ഘട്ടത്തിലാണ്? ഈ 3 കാര്യങ്ങൾ, 3 ആയുധങ്ങൾ കൊടുത്തിട്ടാണ് യുദ്ധം ചെയ്ത് ഇസ്രായേൽ ജനം കനാൻ ദേശം കൈവശമാക്കുന്നത്. എന്ന് പറയാം ഏതൊക്കെയാണ്? ഒന്ന് ഒന്ന് അപ്പോസ്തലരുടെ പുസ്തകം 7-ന്റെ 19. ആ കാലത്ത് മോശ ജനിച്ചു, ദിവ്യസുന്ദരൻ. അപ്പൊ അവന്റെ മുഖത്തുണ്ടായിരുന്നു കർത്താവിന്റെ മുഖപ്രകാശം ഉണ്ടായിരുന്നു. അപ്പൊ എല്ലാവരെയും കൊന്നുകളയുന്ന കൂട്ടത്തില് മോശയെ കൊന്നുകളയണ്ടതാ ജനിച്ചപ്പോ. പക്ഷെ എല്ലാവർക്കും തോന്നിയില്ല. എന്താ കാരണം? അവർ മുഖപ്രകാശം കണ്ടിട്ട്, ഈ കൊച്ചിന്റെ മുഖപ്രകാശം കണ്ടപ്പോ എന്ത് തോന്നിയില്ല? വെള്ളമൊന്നും തോന്നിയില്ല. കൊച്ചിനെ എന്ത് ചെയ്തു? കൊച്ചിനെ ഞാങ്ങനെ പെട്രോൾ ഉണ്ടാക്കിയതിനു ശേഷം അപ്പനും അമ്മയോട് ഒഴുക്കി വിട്ട് ഫറവന്റെ മോള് ഒഴുകി വരുന്ന പെട്ടെന്ന് കണ്ടപ്പോ അത് എന്നാന്ന് എടുത്തോണ്ട് വരാൻ പറഞ്ഞു. നോക്കിയപ്പോ കൊച്ചു തന്നെ ഒഴുകുന്നു. ആ കുഞ്ഞിനെ കണ്ടു കഴിഞ്ഞപ്പോ ഈ എബ്രാഹിമിന്റെ ഒരു കുഞ്ഞാന്ന് മനസ്സിലായി. പക്ഷെ അതിനെ കളയാൻ തോന്നിയില്ല. കാരണം എന്താ? ആർക്ക് തോന്നിയില്ല? ഫറവന്റെ മോൾക്ക് തോന്നിയില്ല. തോന്നിയിരുന്നെങ്കിലോ, കൊല്ലാൻ തോന്നിയിരുന്നെങ്കിലോ വീണ്ടെടുപ്പ് നടക്കില്ല. അപ്പൊ ഒന്നാമത്തെ ജയം ഓർത്തോളണം. ദൈവസഭയായിക്കോട്ടെ, ദൈവജനത്തെ ആയിക്കോട്ടെ, ദൈവം രക്ഷിക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ ഒന്നാമത് അയക്കുന്നതാണ് എന്ത്? മുഖപ്രകാശം. തോന്നില്ല, ശത്രുവിന് പോലും ഉപദ്രവിക്കാൻ തോന്നില്ല ആ മുഖപ്രകാശം കടന്നു. ഇനി ഇതൊക്കെ കഴിഞ്ഞിട്ട് കുഞ്ഞ് ജനിച്ചു വന്നു. കുഞ്ഞ് ജനിച്ച് എത്ര വയസ്സായി? എത്ര വയസ്സ് വരെ ഭഗവാന്റെ ഇളമനയിൽ വളർന്നു? 40 വയസ്സ്, 40 വയസ്സ്. 40 വയസ്സായപ്പോഴേക്കും അവിടെ മരുഭൂമിയിലേക്ക് ഓടിപ്പോയി. മരുഭൂമിയിലേക്ക് ഓടിച്ചെന്ന് കഴിഞ്ഞപ്പോൾ പോയി അവിടെ എത്ര വർഷം കഴിഞ്ഞു? 40 വർഷം. അപ്പൊ മൊത്തം എത്രയായി? 80 വർഷം. 80 വർഷം കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോഴാണ് ഹോരേബിൽ വെച്ച് കർത്താവ് ഇത് കണ്ടത്. കർത്താവിനെ കണ്ട് കർത്താവ് നിന്റെ ശുശ്രൂഷയ്ക്ക് വേണ്ടി അയക്കുമെന്ന് പറഞ്ഞു. ശുശ്രൂഷയ്ക്ക് വേണ്ടി അയച്ചു. ഇസ്രായേൽ ജനത്തിന്റെ അത്ഭുതങ്ങളും അടയാളങ്ങളൊക്കെ കാണിച്ച് ഒക്കെ ചെയ്ത് ഇസ്രായേൽ ജനത്തെ അവിടുന്ന് ഉപയോഗിച്ചുകൊണ്ട് വന്നു. എവിടെ കൊണ്ടുവന്ന്? ചെങ്കടലിന്റെ കടയ്ക്കിറക്കി കൊണ്ടുവന്നു. നോക്കിപ്പോ ചെങ്കടലിൽ നോക്കും. പുറകിൽ നിന്ന് ഫറവോനും സൈന്യവും ഇവരെ പിടിക്കാൻ പറ്റും. നടുക്കാരാണ് ഇസ്രായേൽ ജനം. മുൻപിൽ എന്ത്? ചെങ്കടൽ. പുറകിലോ ഇസ്രായേൽ ശത്രു സൈന്യം. എന്ത് ചെയ്യും? നിലവിളിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും കർത്താവ് എന്ത് ചെയ്തു? 61 സങ്കീർത്തനം 61 യേശയ്യാപ്രവചനം 63:11 തന്റെ മഹത്വമുള്ള ഭുജം മോശയുടെ വലം കൈക്ക് ചെന്നുമാറാക്കി അവന് മുമ്പിൽ വെള്ളം വിഭാഗിച്ചു. അപ്പോ മോശ മുൻപിലെന്താ? ചെങ്കടൽ. പുറകിലോ ഒരു ശത്രു സൈന്യം വരുന്നു. ഇപ്പൊ ഞങ്ങളെ എല്ലാവരും കൂടെ കൊല്ലുമെന്ന് പറഞ്ഞ് നിലവിളിച്ചു കഴിഞ്ഞപ്പോ ദൈവം മോശയോട് പറഞ്ഞേ, ദൈവത്തിന്റെ വലങ്കരം ഭുജം മോശയുടെ വലങ്കയിലേക്ക് ചെന്നു. മോശയുടെ വലങ്കയിൽ എന്നെ അടിക്കുന്നത് പറ, വടി. ഒക്കെ പറ, വടി. ഇപ്പൊ ദൈവത്തിന്റെ ഭുജം ഇപ്പൊ എവിടെയാ? മോശയുടെ വലങ്കയിൽ. എന്നിട്ട് ആ വടിയങ്ങ് നീട്ടാ മതി. വടിയങ്ങ് നീട്ടിയപ്പോഴത്തേക്കും ചെങ്കടൽ അങ്ങ് വിഭാഗിച്ചു. യഥാർത്ഥത്തിൽ വിഭാഗിച്ചത് ആരുടെ ഭുജം കൊണ്ടാ? ദൈവത്തിന്റെ ഭുജം കൊണ്ട്. ദൈവം തന്നോട് പ്രീതിയുള്ളവർക്ക് കൊടുക്കുന്ന 3 ആയുധങ്ങൾ ഏതാ?
മുഖപ്രകാശം, ഭുജം, വലങ്കരം. ഒന്നാമത്തെ ആയത് ഏതാ? മുഖപ്രകാശം എപ്പോ കൊടുത്ത്? ഇവിടെ ശിശു ജനിച്ചപ്പോ, മോശ ജനിച്ചപ്പോ കൊടുത്തു. രണ്ടാമത് ഭുജം എപ്പോ കൊടുത്ത്? ചെങ്കടലിൽ വായിക്കുന്നതായിരുന്നു. അല്ലാതെ അത് വായിക്കാൻ പറ്റില്ല കേട്ടോ. ഇനി എന്നിട്ട് പോകുന്നുണ്ട്. ഇസ്രായേൽ ജനം കടലിലേക്ക്, ചെങ്കടലിലേക്ക് ഇറങ്ങി നടന്ന് അക്കരെ കിടക്കാൻ പോവാ. അക്കരെ കടന്നു. അക്കരെ കടന്നപ്പോഴത്തേക്കും ഇവരെ പിടിക്കാനായിട്ട് പുറകിൽ നിന്ന് ശത്രു സൈന്യം ചെങ്കടലിലേക്ക് ഇറങ്ങി ഇവർ പിടിക്കാൻ. അപ്പത്തേക്ക് അവര് അപ്പുറത്തേക്ക് കയറാൻ പോവാ. അപ്പോൾ സംഭവിച്ചതാ. പറ, വായിക്കാം. പുറപ്പാട് പുസ്തകം 15-ാം അധ്യായം 3 മുതൽ. ചെങ്കടലിൽ വലം കൈ അകത്ത് ബലപ്പെട്ടു. അപ്പൊ ഇസ്രായേൽ ജനത്തെ പിടിക്കാനായിട്ട് വന്നപ്പോ കേൾക്കണേ, പിടിക്കാം. ഇസ്രായേൽ ജനത്തെ പിടിക്കാനായിട്ട് പുറകിൽ നിന്ന് ആര് വരുന്നു? ഇസ്രായേലിലെ ജനം, ഈജിപ്തിലെ ജനം പടവാളും കാര്യങ്ങളൊക്കെ ആയിട്ട് കൊണ്ട് വരുമ്പോഴേക്കും ഇസ്രായേൽ ജനത്തെ അക്കരയ്ക്ക് കയറ്റിയതിനു ശേഷം കർത്താവിന്റെ ഭുജം എന്ത് ചെയ്തത്? ഈ വന്നവരെ മുഴുവൻ ഇതിനകത്തേക്ക് തള്ളിയിട്ട്. എന്തുകൊണ്ട് തള്ളിയിട്ട്? എന്റെ വലങ്കരം കൊണ്ട്. മറ്റെന്തുകൊണ്ടാ? ഭുജം കൊണ്ട്. ഇതെന്തുകൊണ്ടാ? വലങ്കരം കൊണ്ട് ഈ ശത്രുക്കളെയൊക്കെ എന്ത് ചെയ്ത് ഈ കടലിലേക്ക് തള്ളി. ശത്രുക്കളോടായാലും ചത്തു. അപ്പോ ഇസ്രായേൽ ജനത്തെ രക്ഷിക്കാൻ ദൈവം ഉപയോഗിച്ച 3 ആയുധങ്ങൾ ഏതൊക്കെയാ? മുഖപ്രകാശം, ഭുജം, വലങ്കരം. നയമൻ ഭുജം ഉപയോഗിച്ചപ്പോഴാ ചെങ്കടലിനെ വിഭാഗിച്ചു. മുഖപ്രകാശം ഉപയോഗിച്ചപ്പോഴാ മുതലേര് ശിശു ജനിച്ചപ്പോ. വലങ്കരം ഉപയോഗിച്ചപ്പോഴാ നിധിയാ ചെങ്കടലിൽ ശത്രുക്കളെ തള്ളിയിട്ട് പോകുന്നു. മറന്നു പോകുന്നു. ദൈവത്തിന് 3 ആയുധം. അവരങ്ങനെ ചെയ്തത്. ഇത് എന്തുകൊണ്ടാണ് അത് ചെയ്തത്? ദൈവത്തിന് അവരോട് എന്തുണ്ടായിരുന്നു? പ്രീതിയുണ്ട്. പ്രീതി ഉണ്ടായിരുന്നെങ്കിൽ അവർക്ക് എന്തുണ്ടായിരുന്നു? നേരുണ്ടായിരുന്നു. ദൈവത്തിനും അവർക്കും തമ്മില് പ്രീതി ഉണ്ടായിരുന്നു. അവർക്ക് രണ്ടുപേർക്കും നേരുണ്ടായിരുന്നു. ഈ നേരുള്ളവർക്ക് ദൈവം കൊടുക്കുന്നതാണ്. ഒരിക്കലും മറന്നു പോകാൻ പാടില്ല. ഒരിക്കലും നമ്മുടെ ജീവിതത്തിൽ ഒരിക്കൽ ഒരാള് ഇതിന് സാക്ഷ്യം എന്ന് പറയാം. അയാള് മാർക്കറ്റില് ഒരു കച്ചവടക്കാരൻ. ആ കച്ചവടത്തില് വിശ്വാസിയാണ്, പെന്തക്കോസ്തുകാരൻ. അവിടെ ഈ ദാദാ ഫീസ് എന്നൊക്കെ പറഞ്ഞൊരു ഇതുണ്ട്. അവിടെ ആളുകൾ ഈ പ്രൗഢികളായിട്ട് നടക്കുന്നത്. അപ്പൊ അവർക്ക് ഫീസ് കൊടുക്കണം. ഇയാളവിടെ കൊണ്ടുപോയി വെച്ച് തേങ്ങ വിൽക്കാനായിട്ട് വെച്ചത്. കൊണ്ടുവച്ചപ്പോഴേക്കും ഇവിടെ ചിലരൊക്കെ ഒരാൾ വന്നിട്ട് അതിന് ഫീസ് കൊടുക്കണുണ്ട്. ഇത് വിറ്റിട്ടില്ല, അതിനൊന്നും ഇടയില്ലെന്ന്. അപ്പൊ മറ്റേ തട്ട് തേണ്ട ചെയ്തു. അപ്പൊ ഈ മനുഷ്യൻ ഒരു തേങ്ങയും എടുത്തിട്ട് ആ അയാളുടെ നേരെ അങ്ങനെ ചെന്നു. വിശ്വാസിയാന്ന് പറഞ്ഞു. 26 എടുക്കുന്ന ആളാ. ഈ വന്നയാള്, ഈ ശത്രു വഴക്കുണ്ടാക്കാൻ വന്നയാള് നോക്കി കുറച്ചു നേരം നിന്നിട്ട് വലിയ വലിയ ബഹളം അവിടെ ഉണ്ടാവേണ്ടതാ. ഇത് കഴിയുമ്പോൾ ഇയാൾക്ക് മനപ്രയാസം. ഞാൻ വിശ്വാസിയായി. അതേ ഞായറാഴ്ച അവിടെ വരുമ്പോ ഞാനും കൂടെ കൂടി അന്ന് ഇരിക്കുന്ന ഒരു ആളില്ല. അവിടെ ഇന്ന് അദ്ദേഹം സാക്ഷ്യം പറഞ്ഞു. ദൈവത്തിന്റെ ആത്മാവ് ഒരാളിൽ കൂടി ഇപ്രകാരം പറഞ്ഞു, നിന്റെ മിടുക്കല്ല അവൻ മാറിപ്പോയത്. അവൻ നിന്നെ നോക്കി ഒന്ന് ഓർക്കണ്ടോ? നോക്കിയപ്പോ എതിർത്ത് നിൽക്കാൻ തോന്നില്ല, മാറിപ്പോയി. എന്താ കാരണം? എന്താ? ആ സമയത്ത് എവിടെ ചെന്നാലും അത്
നമ്മൾ ഒരു 10,00,000 രൂപ കൈക്കൂലി കൊടുത്തിരിക്കട്ടെ, നമ്മുടെ കാര്യം സാധിക്കണമെന്നില്ല. പക്ഷെ അവിടെ ചെല്ലുമ്പോൾ ആ ഉദ്യോഗസ്ഥനും നമുക്ക് ആ ജോലിയിൽ നിയമിക്കുന്ന ഉദ്യോഗസ്ഥനും നമ്മുടെ മുഖത്ത് നോക്കുമ്പോൾ എന്ത് തോന്നിയാൽ മതി? കരുണ തോന്നിയാൽ മതി. അയ്യോ, അത് ഈ മുഖപ്രകാശം ഉണ്ടെങ്കിൽ നിശ്ചയമായിട്ട് എന്ത് തോന്നും? കരുണ തോന്നും. അപ്പൊ നമ്മൾ ഏതെങ്കിലും കാര്യത്തിന് പോകുമ്പോഴത്തേക്കും നമ്മൾ ബുദ്ധി ഒന്ന് ആലോചിച്ചാൽ പോട്ടെ, എന്ത് വേണം? മുഖപ്രകാശം നമ്മൾ തെറ്റിക്കുക, നേരുള്ളവനായിട്ട്. വേറെ ഒന്നും വേണ്ട എനിക്ക്. എന്റെ കർത്താവ്, ഞാൻ ഇന്ന കാര്യത്തിന് പോവാം, എനിക്ക് എന്തുണ്ടാവണം? നേരുണ്ടെങ്കിൽ ആ സമയത്ത് എന്ത് ചെയ്തിരിക്കും? നേരുണ്ടെങ്കിൽ ദൈവമായിട്ട് പ്രീതിയുണ്ട്, ആ സമയത്ത് ആ മുഖപ്രകാശം ഒന്നിച്ചിരിക്കും. അത്രയും ആ രാജ്യത്ത് അത്രയും കന്യകുമാരെ കൊണ്ടുവന്നതിന് ശേഷം അവിടുന്ന് തെരഞ്ഞെടുപ്പിന് വേണ്ടി കൊണ്ടുവരിക. ഇത്രയും 1, 2, 10, 100 അല്ല, ഇത്രയും കന്യകുമാരുണ്ട്. ഇവര് എന്ത് ചെയ്യാനാ? ഇതിന്റെ ഇടയിൽ എസ്തറിന് എന്ത് ചെയ്യാനാ? പക്ഷെ എസ്തറിനെ കാണുന്ന ആർക്കും എന്ത് തോന്നും? പ്രീതി എന്നല്ല അവിടെ എഴുതിയേക്കണേ. എന്ത് തോന്നും? പക്ഷം തോന്നും. ഒന്നൊന്നുമല്ല. എസ്തറിന്റെ പുസ്തകം സോറി ഇത് തന്നെ 2:15. എസ്തർ 2:15. അവന്റെ പുത്രന്റെ നദിയിലെ മകളായ എസ്തറിന് കൗസല്യ ചെലവുമായി പുറ വന്നപ്പോൾ അവർ രാജാവിന്റെ സൈന്യവും അന്തഃപുരപാലകനുമായി അപ്പൊ വേറെ ഒരു സമ്പത്തും ഇല്ല അവരുടെ, ഒരു സമ്പത്തും ഇല്ല. പക്ഷെ കാണുന്ന എല്ലാവർക്കും അവരോട് എന്ത് തോന്നും? പ്രീതി തോന്നും. കാരണം അവർക്ക് ദൈവമായിട്ട് എന്തുണ്ട്? നേരിട്ട് ആ പ്രീതിയുണ്ട്. അതുകൊണ്ട് തക്ക സമയത്ത് അവിടെ മുഖത്ത് എന്ത് ഉദിക്കും എന്ന് പറഞ്ഞേ? ദൈവത്തിന്റെ മുഖപ്രകാശം ഉദിക്കും. ഇത് 3 ദൈവത്തിന്റെ മക്കൾക്ക് അവകാശപ്പെട്ടതാണ്. ഏതൊക്കെയാണ്? മുഖപ്രകാശം, ഭുജം, അലങ്കാരം. ഇത് 3 ദൈവത്തിന്റെ ജനത്തിന് അവകാശപ്പെട്ടതാണ്. ഈ അവകാശമായിട്ട് വരണം. ദൈവം അവരുമായിട്ട് പ്രീതി ഉണ്ടായിരിക്കണം. ദൈവം അവരുമായിട്ട് പ്രീതി ഉണ്ടാകണമെങ്കിൽ അവൻ ആരായിരിക്കണം? നേരിലുള്ളവനായിരിക്കണം. ദൈവം നേരിലുള്ളവനാണ്. അതുകൊണ്ട് അവർ തമ്മിൽ എന്തുണ്ട്? പ്രീതിയുണ്ട്. ആ തക്ക സമയത്ത് മുഖപ്രകാശം ഉദിച്ചിരിക്കും. ഈ 3 ആയുധങ്ങൾ അവരുടെ അവകാശം. കർത്താവിന്റെ ആത്മാവ് നമ്മെ സഹായിക്കുമാറാകട്ടെ. അപ്പോ എപ്പോഴും തീർന്നിട്ടില്ല സഹോദര സ്നേഹത്തിന്. അടുത്ത ആഴ്ച നമുക്ക് ഈ വിഷയത്തിന്മേൽ ദൈവം പ്രവർത്തിക്കട്ടെ. ഒരിക്കലും മരണം വരെ നമ്മളുടെ കർത്താവ് സന്നിധിയിൽ ചേർന്ന് ഇത് മറന്നു പോകും. അപ്പോ നമ്മൾ ഏതെങ്കിലും കാര്യസാധ്യതയിൽ പോകുമ്പോൾ വായിച്ചും പഠിച്ചും കാര്യങ്ങൾ 100 കാര്യങ്ങൾ നമ്മൾ ചിന്തിച്ചു പോകും. പക്ഷെ ഒന്നും വേണ്ട, നമുക്കൊന്നും മതി. എന്ത് മതി? ദൈവമേ, ഞാൻ ഈ കാര്യത്തോട് അഭിമുഖീകരിക്കാൻ പോവാ, എനിക്ക് എന്ത് വേണം? നിന്റെ മുഖപ്രകാശം വേണം. മുഖപ്രകാശം വേണമെങ്കിൽ നിന്റെ പ്രീതി വേണം. പ്രീതി വേണമെങ്കിൽ നേരുള്ളവനായിരിക്കണം. നേരല്ലാത്ത എന്തെങ്കിലും എന്നിലുണ്ടെങ്കിൽ അത് നീക്കിക്കളഞ്ഞ് എന്നെ കർത്താവുമായിട്ടുള്ള ബന്ധത്തിൽ നേരുള്ളവനാക്കി തീർക്കണം. പ്രാർത്ഥിക്കാം. പ്രാർത്ഥിക്കാം. മറിയം